ഹായ് ഗായ്സ്, നമ്മൾ കുരിശിലെ പടം ഫസ്റ്റ് തുടങ്ങാൻ വേണ്ടിയാണ്. പൊന്നു പറഞ്ഞ് കേട്ടില്ലേ, ഞങ്ങളെല്ലാവരും ഇന്ന് കുരിശുമലയിലോട്ട് പോവുകയാണ്. രാവിലെ ഒരു 3 മണിക്കൂർക്ക് എണീറ്റു. പിള്ളേരെല്ലാം റെഡിയാക്കി ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇറങ്ങിയേ പോകാൻ. ഒരു 4:45 ആയപ്പോൾ നമ്മൾ കുരിശുമലയുടെ എൻട്രൻസിലെത്തി. ഇങ്ങനത്തെ വണ്ടി പാർക്കൊക്കെ ചെയ്ത് ഇതാണ് ഞങ്ങൾ പോകാനുള്ളത്. നീ കയറൂലേ? കയറോ ഫുള്ളും? അവിടെ വരെ കയറണം. ഈ ആവേശം കണ്ടല്ലോ, ഇതങ്ങ് മുകളിൽ വരെ എത്തുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നല്ല തുള്ളിച്ചാടി കുഞ്ഞു ബാഗൊക്കെ ഇട്ട് രണ്ടുപേരും ചാടി ഇറങ്ങി. നിറയെ കരുമ്പുണ്ട് കേട്ടോ സൈഡുകളിലെല്ലാം. ഞങ്ങൾ രാവിലെ വെളുപ്പാങ്കാലത്ത് എത്തിയതുകൊണ്ട് കടയൊക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ആയിരുന്നു. ആശക്തി കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ തൊള്ളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ എന്തായാലും പ്രാർത്ഥിച്ചിട്ട് കയറാമല്ലോ, എങ്ങനെ മുകളിലെത്തണ്ടേ. അങ്ങനെ അവിടെ താഴെ കുരിശടിയിലൊക്കെ പോയി പ്രാർത്ഥിച്ചു. അങ്ങനെ ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഒരു 5 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ കയറുകയാണ്. ഏതുവരെ എത്തും, എങ്ങനെ പോവും ഒന്നും അറിയത്തില്ല. 2 കുഞ്ഞുങ്ങളും കൂടെയുണ്ട്. അവർ മുകളിൽ വരെ എത്തുമെന്ന് പോലും അറിയില്ല. തുടക്കത്തിൽ നല്ല സന്തോഷം ആർക്ക്. പക്ഷെ തുടക്കം കണ്ട സന്തോഷം കുറച്ചെത്തിയപ്പോൾ കണ്ടില്ല. വാശി പിടിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് പിന്നെ നടക്കാൻ തുടങ്ങി. നല്ല തണുപ്പായിരുന്നു. രാവിലെ വന്നു. ഞങ്ങൾ രാവിലെ ഇതുവരെ നേരത്തെ വന്നിട്ടില്ല ഈ ടൈമിലത്തൊക്കെ. അങ്ങനെ ഞങ്ങൾ ബോർഡിൻ്റെ അവിടെ എത്തി. ഇനിയാണ് യഥാർത്ഥ കുരിശുമല കയറാൻ പോകുന്നത്. പോകുന്ന വഴിക്ക് ഇതേപോലെ 2-3 കുരിശുകളൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സമയം ഇരുന്നു. പറ്റുന്ന മാക്സിമം കയറി. ഒരു 6 ആയപ്പോൾ ഇരുന്നു. അതിനുശേഷം ചെരുപ്പിട്ടുകൊണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ആദ്യമേ ചെരുപ്പ് ഊരി. കാരണം ഇതിന് മുമ്പത്തെ വർഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെരുപ്പിട്ട് ഒട്ടും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ ചെരുപ്പ് ഊരി. ഒരു 6 സ്ഥലമൊക്കെ എത്തിയപ്പം തന്നെ ഞാൻ ചെരുപ്പ് ഊരിയായിരുന്നു. നല്ല വ്യൂ ആണ് കേട്ടോ അവിടെ. ഞങ്ങൾ പോയപ്പോൾ സൂര്യയൊക്കെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ. ഇതെല്ലാവരും പോണ സ്ഥലം കേട്ടോ, മണിയടി. ഞങ്ങൾ മണിയടിക്കാൻ നിന്നില്ല. നേരെ എങ്ങനെയെങ്കിലും മുകളിലെത്തിയാൽ മതി. ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്നാക്സൊക്കെ വാങ്ങിച്ചു കൊടുത്ത ആൾക്കാരെ കയറ്റുന്നത്. വെള്ളമൊക്കെ കൊണ്ടുപോയി. കാരണം ഇടയ്ക്കിടയ്ക്ക് കുടിക്കേണ്ടി വരും. എപ്പോഴും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അടുത്തെത്തിയിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞ് പിന്നെയും ഇരുന്നു. പിന്നെ അവിടെ നിന്ന് പിന്നെയും എണീറ്റ് നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ നേരെയൊക്കെ നല്ല വെട്ടയിട്ടു. എനിക്കെൻ്റെ കാലൊക്കെ പോയി തുടങ്ങി. എന്നാലും ഞാൻ കയറും. ഇനി അവിടെ ഇരുന്നു. അടുത്ത വ്യൂ പോയിൻ്റൊക്കെ കണ്ടു. പിന്നെയും കണ്ടു. ഇവിടെ കൂടെ കയറണം. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുന്നുണ്ട്, അല്ലാതെ പിള്ളേരെയും കൊണ്ട് കയറാൻ പറ്റില്ല. ഇതെല്ലാം വളരെ പെട്ടെന്ന് കാണിക്കുന്നത് കൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് എത്തിയെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ മാക്സിമം പറ്റുന്ന സ്പീഡിലാണ് കയറിയത്. ഇടയ്ക്ക് കുറച്ചൊരു 5 മിനിറ്റ് 2 മിനിറ്റ് 3 മിനിറ്റൊക്കെ ഇരുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് കൈ പിടിക്കാൻ പോലും സമ്മതിക്കുന്നില്ല. പാറയിൽ വലിഞ്ഞു കയറുക. ചെറുകുമ്പോൾ പിടിച്ചു കൊടുക്കുക. കണ്ടോ ഓട്ടം കണ്ട്. ഇടയ്ക്കെത്തിയപ്പോൾ വയ്യാന്ന് പറഞ്ഞ് കയറിയിരിക്കും. പിന്നെ ചെറുതായിട്ടൊക്കെ പറയുമ്പം കയറിപ്പോവും. പക്ഷെ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇവർ ഇത്രയും കയറുമെന്ന്. പതുക്കെത്തി പറ്റൂല എന്ന് പറയുമെന്നാണ് വിചാരിച്ച്. പക്ഷെ ആശാത്തികളെല്ലാം കയറുന്നുണ്ട്. ചേച്ചി താഴേന്ന് മെഴുകുതിരി വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതും കൊണ്ടാണ് കയറണേ. ആർക്കും കൊടുക്കുന്നില്ല കയ്യിൽ. ഒന്നും ചോദിച്ചിട്ട് പോലും തരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുരിശുമലയിലെ ഏറ്റവും എൻഡ് ഓഫ് ദ പോയിൻ്റ് എത്തിക്കഴിഞ്ഞു. കണ്ടോ, ഞാൻ ചെരുപ്പില്ലാതെ മുകളിൽ കയറി. എത്തി ഗായ്സ്, നമ്മളെത്തി. താഴേന്ന് കയറി അത്രയും സ്റ്റാമിന ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളാണ് തളർന്നത്. കുഞ്ഞുങ്ങളെ കാട്ടി ഏറ്റവും കൂടുതൽ ഞങ്ങളാണ് തളർന്നത്. പിള്ളേരൊക്കെ വലിഞ്ഞു കയറി അങ്ങ് ഓടയാണ്.
ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കാണിക്കുന്ന വേലത്തരം കണ്ട്. അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ബാക്കി സെക്കൻഡ് വീഡിയോ കാണാം.